പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. ഈ 21 ലേഖനങ്ങളിൽ വേദ പഠിതാക്കൾ പറയുന്നത് 2 ലേഖനങ്ങൾ സമാന്തരമായ 2 രേഖ പോലാണ്. ബൈബിൾ സ്കൂളിലൊക്കെ അങ്ങനെ പഠിപ്പിക്കാറുണ്ട്, സമാന്തരമായ 2 രേഖ പോലെ. ഇപ്പൊ ചിലര് ഉപദേശിമാരാകുന്നത് ബൈബിൾ സ്കൂളിലൊന്നും പഠിക്കാറില്ല, ഒറ്റ രാത്രി കൊണ്ട് ഉപദേശിയാകുക. ഞാനും ഈ ഇരിക്കുന്ന കർത്തൃദാസന്മാരൊക്കെ പലരും ബൈബിൾ സ്കൂളിൽ പഠിച്ചവരാ. അവിടെ പറയുന്ന ജോലിയൊക്കെ ചെയ്ത്, ഡ്യൂട്ടിയൊക്കെ ചെയ്ത്, അവിടെ താമസിച്ച്, പ്രായമുള്ള ദൈവദാസന്മാർ ബാഗുമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്ത്, എന്നേക്കാൾ കുറച്ചുകൂടെ പഴക്കമുള്ളവർക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അവരുടെ വസ്ത്രമൊക്കെ കഴുകി, അതൊന്നും അടിമപ്പണിയല്ല, ശുശ്രൂഷയുടെ ഭാഗമാണ്. ചില ധരിക്കുന്നത് അടിമപ്പണിയാണ്, അവരാരും രക്ഷപ്പെടുകയില്ല. എന്നാൽ ഇത് പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്തവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത സമയത്തും നമ്മുടെ ബഹുമാനപ്പെട്ട ടി.എ. ചെറിയാച്ചാൻ, കുഞ്ഞാപ്പിച്ചായൻ പറഞ്ഞു, എന്നോട് പറഞ്ഞതാ, ഞാന് ഉണ്ണുണ്ണി സാറിന്റെ കൂടെ സന്തത സഹചാരിയായിട്ട് 20 കൊല്ലം ഉണ്ടായിരുന്നു. അതിലും കൂടുതൽ വർഷമുണ്ടെങ്കിലും കൂടെ 20 കൊല്ലം സാറപ്പച്ചന്റെ കൂടെ. അത് പറഞ്ഞു നിർത്തിയേച്ച് പറഞ്ഞു, അതെനിക്ക് അനുഗ്രഹമായിരുന്നു. ഇപ്പൊ ഈ പ്രായമുള്ള ദൈവദാസന്മാരും ഒന്നും ഇഷ്ടമല്ല, അവരെ അങ്ങനെ പിള്ളേര് കളിയാ. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ എടുക്കുന്നില്ല. ചില കഴിയട്ടെ. തൊടു കൈക്ക് എന്തിനാ കയറി അവിടെ പറയുന്നേ? പ്രായമുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. സ്തോത്രം. അപ്പൊ നിങ്ങളെ ഈ വിശ്വാസ മാർഗത്തിൽ വളരെ പരിജ്ഞാനമുള്ളവരെ, അപ്പൊ ബൈബിൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ 2 ലേഖനങ്ങൾ സമാന്തരമായ 2 രേഖ പോലാണ്. ഒന്ന് നമുക്കറിയാം, റോമാലേഖനവും, 2 യാക്കോബിന്റെ ലേഖനവും. കാരണം ഈ 2 ലേഖനത്തിൽ ലേഖനകർത്താക്കൾ 2 വിഷയം അരക്കിട്ടുറപ്പിക്കുക. നമുക്കറിയാം, റോമാലേഖനത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണം. പഴയ നിയമ പ്രവചന പുസ്തകത്തിലെ വാക്യം അല്ലെങ്കിൽ എടുത്ത് പൗലോസ് ആ കാര്യം വളരെ കർക്കശമായി തെളിയിച്ചു. വിശ്വാസത്താലുള്ള നീതീകരണം. ഒന്നും നടക്കത്തില്ല, എല്ലാം വിശ്വാസത്താൽ അധിഷ്ഠിതമാണ്. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ അതിനെ ഖണ്ഡിക്കുന്നില്ല. യാക്കോബ് പറയുന്നത് വിശ്വാസം നല്ലതാ, പക്ഷെ പ്രവൃത്തി വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇത് സമാന്തരമായ 2 രേഖ പോലെ ഈ 2 ലേഖനം വന്ന കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ ഒരേപോലെ പോവുക. മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ റെയിൽവേ പാളം പോലെ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ ഒരേപോലെ പോവുക. ആട്ടെ, ഒരു ദൈവവചനത്തെ സംബന്ധിച്ച് വിശ്വാസം വളരെ അത്യാവശ്യമാ, അതിലും അത്യാവശ്യമാ പ്രവൃത്തി. ഇത് രണ്ടും ബാലൻസ് കൊണ്ടുപോകണം. ഒരു പക്ഷിയുടെ 2 ചിറക് പോലാണ് വിശ്വാസവും പ്രവൃത്തി. ആട്ടെ, നാം ഇന്ന് രാത്രി യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യമാണ് ചിന്തയ്ക്കെടുത്തത്. ചില ആൾക്കാര് പഠിപ്പിക്കുന്നത് പറയുന്നത് യാക്കോബ് പ്രവൃത്തിക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. ആ പ്രവൃത്തിക്കാണ് പ്രാധാന്യം കൊടുത്തത്, രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലെന്നാ ചിലരുടെ വാദം. പ്രവൃത്തിയെ ഊന്നിയാണ് യാക്കോബ് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്, രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലെന്ന. എന്നാൽ യാക്കോബിന്റെ ലേഖനമായി ധ്യാനിക്കുന്നവർക്ക് മനസ്സിലാകും,
യാക്കോബിനെ പോലെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത ഒരാൾ വേറെ ഇല്ലെന്നാ എന്റെ വാദം. മറ്റുള്ളവരെല്ലാം രക്ഷയെപ്പറ്റി പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പല ഇടങ്ങളിൽ പരാമർശിക്കുന്നെങ്കിലും യാക്കോബ് രക്ഷയെപ്പറ്റി പരാമർശിക്കുന്നത് 3 വിധത്തിലെ രക്ഷയാ. 1 ആത്മരക്ഷ, 2 പ്രാണരക്ഷ, 3 ദേഹരക്ഷ. അങ്ങനെ മറ്റ് ലേഖനം എഴുതിയവരാരും പറയുന്നില്ലെന്നുള്ളതാ അവരുടെ ലേഖനങ്ങളിൽ കുറച്ചുകൂടെ ശ്രേഷ്ഠം. അപ്പോൾ ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ, 3 വാക്യം ഒന്ന് വായിക്കുമ്പോൾ ആ 3 രക്ഷയെ പറ്റി ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യവും 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യവും 5-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യവും ഒന്ന് ക്രമത്തിൽ വായിച്ച് സഹായിക്കാമെങ്കിൽ നന്ന്. 1:21. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയും ദുഷ്ടതയുടെ ആധിക്യവും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും രക്ഷിപ്പാൻ. അപ്പൊ അവിടെ ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ. 5-ാം അധ്യായത്തിന്റെ 19-20 ഒടുവിലത്തെ 2 വാക്യം. 5:19-20. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ടു തെറ്റിപ്പോകും. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും. അപ്പോൾ അവിടെ ആ വാക്യം നന്നായിട്ട് വായിച്ച പ്രാണരക്ഷ, പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണം. അപ്പൊ ഒറ്റ വാക്യം പറഞ്ഞ പ്രാണരക്ഷ. 1-ാം അധ്യായത്തിന്റെ 21-ൽ ആത്മരക്ഷ, 5-ാം അധ്യായത്തിന്റെ 19-20 പ്രാണരക്ഷ. നിന്ന് വിവരിക്കുന്നില്ല, വിഷയം അതല്ലാത്തത് കൊണ്ട്. അപ്പൊ 1-ാം അധ്യായത്തിൽ ആത്മരക്ഷയാ. അത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം എന്ന് പറഞ്ഞാൽ കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ രക്ഷിക്കപ്പെടുകയില്ല. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് രക്ഷിക്കപ്പെടുകയില്ല. പെന്തിക്കോസ് കുടുംബത്തിൽ കൊണ്ട് രക്ഷിക്കപ്പെടുകയില്ല. പാസ്റ്ററുടെ മോനായതുകൊണ്ട് രക്ഷിക്കപ്പെടുകയില്ല. സെൻട്രൽ പാസ്റ്ററുടെ മോനായതുകൊണ്ടും സ്വർഗത്തിൽ പോകുകയില്ല. സഭ പണിതത് കൊണ്ടോ പാൻ മേടിച്ചിട്ടത് കൊണ്ടോ ആമൻ മറ്റ് ഭൗതിക വസ്തുക്കൾ കൊടുത്തത് കൊണ്ടോ അത് തെറ്റാന്നല്ല, നല്ലതാ, പക്ഷെ സ്വർഗത്തിൽ പോകുകയല്ല. ഉപദേശിമാരെ വീട്ടിൽ പാർപ്പിച്ചത് കൊണ്ടോ ഭക്ഷണം കൊടുത്തത് കൊണ്ടോ അതൊക്കെ നല്ല കാര്യം, സ്വർഗത്തിൽ പോകല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇത് പെന്തിക്കോസുകാരാകുന്ന നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ആരെങ്കിലും അറിവില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാ ഇപ്പൊ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇച്ചിരി കഴിഞ്ഞ് തരാം. സ്തോത്രം. എല്ലാരെയും നമ്മൾ പരിഗണിക്കണമല്ലോ. അപ്പോൾ ആത്മരക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. യാതൊരു പുണ്യപ്രവൃത്തി ചെയ്തത് കൊണ്ടോ ദാനധർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ രക്ഷിക്കപ്പെടത്തില്ല. കൃപയാൽ ആമേൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഈ യോഗങ്ങൾ അതിന് ഇടയാക്കി തീർക്കട്ടെ. അപ്പോൾ ആത്മരക്ഷ അത് വിവരിക്കുന്നില്ല. 2 പ്രാണരക്ഷ, അതാണ് 5-ാം അധ്യായത്തിന്റെ 19-20 പ്രാണരക്ഷ. സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് വിവരിക്കുന്നില്ല. ഇനി ഈ 2 രക്ഷ കൊണ്ട് ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒക്കത്തില്ല. ആത്മരക്ഷയും പ്രാണരക്ഷയും ഉറപ്പാക്കി. പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ദേഹരക്ഷ ആവശ്യമാണ്. ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം. ഇപ്പോഴത്തെ കാലം അനുസരിച്ച് യാത്ര ചെയ്യാൻ വാഹനം വേണം, വേണ്ടേ? ആത്മരക്ഷ മാത്രം കരസ്ഥമാക്കിയാൽ നമ്മളങ്ങനെ പാലക്കാടിന് പോകും. വണ്ടി വേണ്ടേ? വണ്ടിയൊക്കെ കയറാൻ ടിക്കറ്റ് എടുക്കണ്ടേ? ടിക്കറ്റ് എടുക്കണേ കാശ് വേണ്ടേ? കാശ് വേണമെങ്കിൽ ദേഹരക്ഷ ആവശ്യമാണ്. അപ്പൊ ദേഹരക്ഷയെ പറ്റി പൗലോസ് യാത്രയോടെ പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. സമാധാനത്തോടെ പോയി 15 മുതൽ വായിച്ചോ, അപ്പൊ കുറച്ചുകൂടെ നന്നാകും. സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട്
സമാധാനത്തോടെ പോയി സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിൻ ആ. എന്ന് ഈ പറയുന്നതല്ലാതെ പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഈ വകുപ്പും ചട്ടവും പറയുന്നതല്ലാതെ അവന്റെ ദേഹരക്ഷയ്ക്കൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്ന രീതി ഞാൻ പറഞ്ഞു തരട്ടെ, വേണ്ടേ? മനസ്സിലാകാൻ വേണ്ടിയാ. ഇപ്പോൾ നമ്മുടെ കൂടെ ആരാധിക്കുന്ന സഭയിലാ കൂടുന്നത്, പഴമ്പാലക്കൂടെ. നമ്മുടെ പേര് ഞാനങ്ങ് മറന്നുപോയി, ഏബ്രഹാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ സഭയിൽ ഒരു ഉദാഹരണം ഉടക്കൊണ്ടാക്കരുത്. ഇദ്ദേഹത്തിന്റെ സഭയിൽ ഒരു സാധുവായ വിശ്വാസി 1 സെന്റ് ഭൂമിയിൽ കിടക്കാൻ ഇടവില്ല. നമുക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്. അവനൊരു 10 സെന്റ് സ്ഥലം കൊടുക്കണം. കൊടുത്തേച്ച് വേണം തമ്പയറടിച്ച് ഗ്ലോറി വിക്ടറി കാൽവറി എന്ന് പറയാം. എന്നാ നടക്കുവോ? അതാ ശരി, വേണ്ടേ? അവൻ കയറി കിടക്കണ്ടേ? അല്ല തമ്പേർ തല്ലി പൊട്ടിച്ചുകൊണ്ട് കാര്യമായോ? ആഴ്ച 3 തമ്പേർ കുമ്പനാട്ടിൽ നിന്ന്. തമ്പേർ വേണ്ടെന്നല്ല, തമ്പേർ അടിക്കരുതെന്നുമല്ല, അവന്റെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ള ചെയ്യണം. നിനക്ക് 10 ഷർട്ടുണ്ട്, നിന്റെ കൂടെ ആരാധിക്കുന്നവന് നല്ലൊരു ഷർട്ടില്ല, ഒരെണ്ണം അവന് കൊടുക്കണം എന്നുവെച്ച് വകുപ്പ് പറയണം. നിങ്ങളെല്ലാം ശ്വാസം വിട്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന എന്തിനാ? ഞാൻ കാര്യം പറഞ്ഞെന്നല്ലേ ഉള്ളു. നിങ്ങൾ ശ്വാസം വിട്ടു, നെഞ്ചു വലങ്ങരുത്. സ്തോത്രം. നീ 2 കോടി 3 കോടി 4 കോടിക്ക് വീട് പണിയുന്നു, ദൈവം തന്നതാ, ഞാൻ എതിർക്കുന്നില്ല. നിന്റെ കൂടെ ആരാധിക്കുന്നതിന് ഒരു മുറി പണിത് ഒരു കതക് വെച്ച് 2 ഷീറ്റ് ഇടാൻ നിർഭാഗമല്ല. നിന്റെ പട്ടിക്കൂടിന്റെ കാശ് മതി അവന് 2 ഷീറ്റ് ഇട്ട് കൊടുക്കാൻ. എന്നെ വെച്ചാ കൊടുക്കുന്നവരില്ലെന്ന് ഞാൻ പറയത്തില്ല. പെന്തക്കോസ്തിനകത്ത് ഇത് ചെയ്യുന്ന 100 കണക്കിന് ദൈവമക്കളുണ്ട്. ഇനിയും അനേകർ ചെയ്യണം. അങ്ങനെ നാം ക്രിസ്തുവിന്റെ പത്രങ്ങളായി ശോഭിക്കണം. സ്തോത്രം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇത്രയും ടീം പ്രവർത്തനം നടത്തണ്ടായിരുന്നു. നമ്മളിതൊന്നും ചെയ്യാതെ നെടുക നടന്നങ്ങ് ടീം പ്രവർത്തനമാണ്. നമ്മൾ ഇതെന്തേലും ഒന്ന് ചെയ്യാറുന്നേ ഇത്രയും പ്രവർത്തിക്കണ്ട, അവരോട് ഇങ്ങോട്ട് വന്ന് സ്തോത്രം. ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അവിടെ നിൽക്കാൻ തോന്നുന്നില്ല. ദൈവത്തിന് മകത്ത്. അപ്പോൾ ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ, ഇത് 3ഉം യാക്കോബ് വളരെ കർക്കശമായി സ്ഥാപിക്കുക. അപ്പം ഈ ലേഖനം രക്ഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ലേഖനമായ യാക്കോബിന്റെ ലേഖനം. ഈ യാക്കോബിന്റെ ഓടിച്ചു പോവുക. യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്കറിയാം 5 അധ്യായങ്ങളാണ്. ഈ 5 അധ്യായങ്ങൾ വേഗത്തിൽ ഓടിച്ചൊന്ന് അപഗ്രഥിച്ച് പഠിച്ചാൽ ഓരോ അധ്യായത്തിലും ഓരോ വിഷയങ്ങളായിട്ടാണ്. ഒരു വിഷയമല്ല, നമുക്കിതൊന്ന് ഓടിച്ച് മനസ്സിലാക്കാൻ. 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച വിഷയം. 2-ാം അധ്യായത്തിൽ പ്രവർത്തിക്ക് ആ കുഞ്ഞുങ്ങളെ ശാന്തമാക്കി കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോ ചുമതലപ്പെട്ടവരോ. അപ്പൊ ശ്രദ്ധിക്കുക, 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച വിഷയം. 2-ാം അധ്യായത്തിൽ പ്രവർത്തിക്ക് ഊന്നൽ കൊടുക്കുവാൻ ഊന്നി പറയുന്നു. 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തണം. 4-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം. 5-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 5 വാക്യം വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യവും 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും 4-ാം അധ്യായത്തിന്റെ നമ്മുടെ കുറുവാക്യം 7-ാം വാക്യവും 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും 1-ന്റെ 12-ാം പരീക്ഷ സഹിക്കുന്ന 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇനി 2-ാം അധ്യായം പ്രവർത്തിക്ക് 2 സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? എന്തോ ഉപകാരം? അപ്പൊ പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കുന്ന 3-ന്റെ 5. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയും. അപ്പൊ നാവിന് നിയന്ത്രണം. 4-ാം അധ്യായത്തിലെ നമ്മൾ കുറുവാക്യമാ എതിർത്ത് നിൽപ്പീൻ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. അപ്പൊ ഒരു പോരാട്ടമാ, എതിർത്ത് നിൽക്കണം. 5 യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 5-ന്റെ 7. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ. അപ്പൊ ശ്രദ്ധിക്കുക,
വേഗത്തിൽ പഠിപ്പാൻ 5 അധ്യായം അപഗ്രഥിച്ചൊന്ന് ഓടിച്ച് പഠിച്ചാൽ 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച്, 2-ാം അധ്യായം പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കുന്നു, 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം, 4-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം, 5-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അത് ഒന്ന് ഓടിച്ച് പറഞ്ഞ നമ്മളെടുത്ത വാക്യത്തിൽ വന്ന് കൃത്യം സമയത്ത് നിർത്തണമല്ലോ. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ക്രിസ്തീയ ജീവിതത്തിൽ പരീക്ഷ സഹിക്കുന്നത് ഭാഗ്യമാണ്. എന്നാൽ നമ്മുടെ അജ്ഞത കൊണ്ടാണോ, അറിവുകേട് കൊണ്ടാണോ, അതോ ഇനി ഇങ്ങനെ പിന്തുടർച്ച വന്നത് കൊണ്ടാണോ, എന്തെങ്കിലും ഒരു പരീക്ഷയോ പ്രശ്നമോ വന്നാൽ നമുക്കത് സഹിക്കാൻ താല്പര്യവുമില്ല, ഉടനെ നമ്മളത് മാറിപ്പോകാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. എന്തേലും ഒരു പരീക്ഷയോ പ്രതിസന്ധിയോ വന്നാൽ ഉടനെ നമ്മളത് മാറിപ്പോകാൻ ഉപവസിക്കുക. പാസ്റ്ററോട് പറയും, പാസ്റ്റർ ചില പരീക്ഷകളുണ്ടെന്നാണ് ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു 3 ദിവസം അടിയന്തരമായിട്ട് ഉപവാസ പ്രാർത്ഥന. ഈ അടിച്ചു പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ, പാസ്റ്ററുടെ അറിവിൽ ആരെങ്കിലും ബന്ധനം അടിക്കുന്നവരുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇത് വരുന്ന പ്രശ്നം അങ്ങ് പരീക്ഷ മാറണം. എന്നാൽ പുസ്തകം പഠിപ്പിക്കുന്ന പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. നീ ഒരു ശരിയായ ദൈവവൈതലാണോ ഇല്ലയോ എന്ന് അറിയുന്നത് പരീക്ഷ കഴിയുമ്പോഴാണ്. അതാ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത പദം, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പൊ ഈ പരീക്ഷ കഴിയുമ്പോഴാ ആളെങ്ങനെ ഉണ്ടെന്ന് തെളിയുന്നത്. ആളെങ്ങനെ ഉണ്ടെന്ന് ഈ ഉദാഹരണം ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കും അറിയാം. ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് ഉഴപ്പം പിള്ളേരുണ്ട്. ക്ലാസ്സിൽ കയറുകയില്ല, അന്നുള്ള പോഷൻ പഠിക്കുകയില്ല, അഥവാ ക്ലാസ് കയറിയ ടീച്ചറെ ശ്രദ്ധിക്കത്തില്ല, പിള്ളേരുമായിട്ട് കൂട്ടുകൂടി ഉഴപ്പി നടക്കുക, വീട്ടിൽ വന്നാലും പഠിക്കുകയില്ല. ഇങ്ങനെ ഉഴപ്പുന്ന പിള്ളേരുണ്ട്. അങ്ങനെ ഉഴപ്പന്മാരായ പിള്ളേര് പണ്ടത്തെ പരീക്ഷകൾ, പഴയ ഞങ്ങളുടെ നാട്ടിലെ രീതി വെച്ചാൽ, ഇവിടുത്തെ എനിക്ക് അറിയത്തില്ല, എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ നിങ്ങളങ്ങ് പൊറുക്കണം. പണ്ട് എൻ്റെ കുഞ്ഞുനാളില്, നിങ്ങൾ പലരുടെയും കുഞ്ഞുനാളിൽ പരീക്ഷകൾ, സ്കൂളിലെ പരീക്ഷ ഇങ്ങനെ പറയുന്നത്, ഓണപ്പരീക്ഷയും ക്രിസ്തുമസ് പരീക്ഷയും വലിയ പരീക്ഷയും. ഇവിടെ അങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. ഓണപ്പരീക്ഷയും ക്രിസ്തുമസ് പരീക്ഷയും വലിയ പരീക്ഷ. അപ്പം ഈ ഉഴപ്പി അടിച്ച് നടക്കുന്ന പിള്ളേർക്ക് വലിയ പരീക്ഷയുടെ ദിവസം വരുമ്പം വെപ്രാളമാണ്. കാരണം അവരൊന്നും പഠിച്ചിട്ടില്ല, ഹോംവർക്ക് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല, ക്ലാസ് കയറിയിട്ടില്ല, കയറിയാൽ തന്നെ ശ്രദ്ധിച്ചിട്ടില്ല, പിള്ളേരുമായിട്ട് കൂട്ടുകൂടി ഉഴപ്പി നടക്കുകയായിരുന്നു 1 വർഷം. അന്നേരം വലിയ പരീക്ഷ വരുന്നു. അപ്പൊ അവന്റെ ചിന്തയും പ്രാർത്ഥനയും, ദൈവമേ സ്കൂളിന് തീ പിടിക്കണേ, ക്ലാസ് ടീച്ചർ ചത്തുപോണേ, ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം കത്തിക്കണേ ആരേലും, കാരണം പരീക്ഷ എഴുതണ്ടല്ലോ. എന്നാൽ മറുവശം നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട്. ഒറ്റ അറ്റൻഡൻസ് പോലും വിടാതെ സ്കൂളിൽ ചെന്ന് ആ ക്ലാസ്സിൽ വളരെ ശ്രദ്ധിച്ച്, ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ടീച്ചറെ വളരെ ശ്രദ്ധിച്ച് നോക്കി, ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് അന്നന്ന് ചെയ്ത്, അന്നുള്ള പോർഷൻ അന്നന്ന് പഠിച്ച് എല്ലാം ഹൃദിസ്ഥമാക്കി വളരെ തിട്ടമായിട്ട് പഠിക്കുന്ന പിള്ളേരുടെ ഉള്ളിലെ ആഗ്രഹം എന്നാണെന്നറിയോ? വലിയ പരീക്ഷ വരണേ, വലിയ പരീക്ഷ വരണേ, വലിയ പരീക്ഷ വരണേ. അവൻ ആ ഡേറ്റ് കാണുമ്പോൾ സന്തോഷമാണ്. എല്ലാ ദിവസവും തന്നെ കലണ്ടറെ നോക്കും, 8 മുതൽ 15 വരെ വലിയ പരീക്ഷ. ദൈവമേ എത്രയും പെട്ടെന്ന് ആ ഡേറ്റ് ആകണേ, കാരണം എല്ലാം പഠിച്ചിരിക്കുക. കാരണം ഈ പരീക്ഷ കഴിയുമ്പോഴാ ഇവൻ തെളിഞ്ഞു വരുന്നത്. മറ്റവന്റെ ചിന്തയോ സ്കൂളിന് തീ പിടിക്കണമെന്ന്. പഠിച്ചവനോ പരീക്ഷ വരട്ടെന്ന്. എന്താ ഇത് പറഞ്ഞ്? ആത്മീകത്തിലും ഇതൊക്കെ തന്നെ. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് പിന്നെ ഉഴപ്പ. സഭയിലും വരികയില്ല, കൂട്ടായ്മ ആചരിക്കത്തില്ല, സഭയുടെ ഒരു യോഗത്തിനും വരികയില്ല, സഭായത്തിന് വന്നാൽ തന്നെ പൂർണ്ണമായിട്ട് ഇരിക്കത്തില്ല, താമസിച്ചു വരും, നേരത്തെ പോകുമില്ലേ, സാക്ഷി കഴിയുമ്പോൾ മിറ്റത്തി ആടും.
ദശാംശം കൊടുക്കുകയല്ല, കൈയടിക്കത്തില്ല, പാടുകയല്ല, ആരാധിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ഉപവസിക്കത്തില്ല, ദൈവമക്കളുമായുള്ള ആത്മീയ ബന്ധമില്ല, വേറെ പുസ്തകം വായിക്കത്തില്ല, ഒരു കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയത്തില്ല, ഒരു വീട്ടിൽ കയറി ഒരു സുവിശേഷം പറഞ്ഞിട്ടില്ല, ആമൻ പാടത്തിൽ ചെയ്യാത്തവരുണ്ട്. അവർക്ക് പേടിയാ പരീക്ഷ. അവരാ പറഞ്ഞത്, അടിക്കുന്ന പാസ്റ്റർമാരെ ആരേലും, ചൊല്ലി അടിക്കുന്നവരാരേലും ഉണ്ടോ? കൂടൽ കുഞ്ഞുഞ്ഞോ, വാര്യാവര യോനാച്ചനോ, പത്തിച്ചറ യോനാച്ചനോ, അഞ്ചൽ ജോർജ് കുട്ടിയോ, ML ജോർജ് കുട്ടിയോ, കൊളക്കട കുഞ്ഞമ്മയോ? കാരണം ഇത് മുഴുവൻ ഉഴപ്പാണ്. എന്നാൽ വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, പരമാർത്ഥതയോടെ വചനപ്രകാരം ജീവിക്കുന്ന ദൈവമക്കൾക്ക് പരീക്ഷ വിഷയമല്ല. പ്രൈസ് ദ ലോർഡ്. അവർക്ക് പരീക്ഷ വിഷയമല്ല. അവര് പറയും, ഏത് പരീക്ഷ വന്നാലും അതിനെ ജയിക്കുവാൻ എന്റെ ദൈവം എനിക്ക് കൃപ തരും. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകി വരുന്ന ഉയർച്ചകളെ, വിചാരങ്ങളെ പിടിച്ചടക്കും. അവർക്ക് ഇതൊന്നും വിഷയമല്ല. സ്തോത്രം. ഉദാഹരണം അബ്രഹാം ജയിച്ചല്ലോ. ജയിച്ചതിന്റെ തുടക്കത്തിലേ ജയിച്ചാ നിൽക്കുന്നത്. അതുകൊണ്ടാ ദൂരെ വെച്ച് ആ സ്ഥലം കണ്ടപ്പം ബാല്യക്കാരോട് പറഞ്ഞ് കഴുതയുമായിട്ട് ഇവിടെ ഇരുന്നാൽ മതി, ഞാനും ചെറുക്കനോടെ പോയി ആരാധിച്ചു. അത് വേർപാടിനെ കാണിക്കുന്നത്. വേർപാട്. നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരുന്നാൽ മതി, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് ഞാൻ വരുന്നെന്നല്ല, ഞങ്ങൾ തിരിച്ചു വരുമെന്ന്. വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം. അപ്പോൾ പ്രമേണത്തിൽ നിൽക്കുന്നവന് പരീക്ഷ വിഷയമല്ല. ഇവിടെ ഏത് ഗവൺമെന്റ് ഭരിക്കട്ടെ, നമുക്കെന്നെ പെന്തിക്കോസ് കൊല്ലം കൊണ്ട് ഇങ്ങനെ വെപ്രാളം തില്ലുക. നീ വെപ്രാളം പിടിച്ചാവല്ലോ ഇത് മാറുമോ? ഒന്ന് പെന്തിക്കോസുകാരെല്ലാം കൂടെ കമ്മിറ്റി കൂടി ഒപ്പിട്ടു. നമുക്ക് നിവേദനം, ആരുടെ നിവേദനം എവിടെ കൊടുക്കാൻ, എവിടേക്ക് വന്ന, എവിടെയേക്കെന്നൊരു സ്ഥലം വേയിച്ചാൻ പറ. ആ, എവിടെയാക്കാനാ? ഒന്നും നടക്കുകയല്ല. സ്തോത്രം. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതനുണ്ട്. ഇയ്യോ പറഞ്ഞതുപോലെ നീ പറ, ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലുമാ. നമുക്ക് നീതിയുള്ള വിധി ഉയരത്തിന്നാ വരുന്നേ. ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്തോണം, പക്ഷെ നീ ഇത് ഗുണം വരുത്തുമെന്നും പറഞ്ഞൊന്നും ചെയ്യണ്ട. ഇന്ന ഗവൺമെന്റ് കയറിയാണ് നമുക്ക് ഗുണം വരുത്തും. ഉടനെ പാസ്റ്റർമാർ വരെ ഇപ്പം പാർട്ടിക്ക് വേണ്ടി. പിന്നെ നമ്മുടെ സഭയെ വിളിച്ച്, നമ്മുടെ സഭ ഇവർക്കുള്ളതാണോ സഭ? ആണോ? അവർക്കുള്ളതാണോ സഭ? സഭ ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ആരാധിക്കാനും സ്തോത്രം ചെയ്യാനുമാ. സഭാകുള്ളിലാ ഇപ്പം മീറ്റിംഗ് നടക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നില്ലേ? ഞാൻ എന്തെങ്കിലും അപാകത പറഞ്ഞോ ഉണ്ടെങ്കിൽ പറഞ്ഞ് തിരുത്തി തരണം. ഹല്ലേലൂയ. സഭ അതിനുള്ള സ്ഥലമല്ല. ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ നടത്തി. ഒരാഴ്ച മുഴുവൻ നിന്റെ കുടുംബത്തെ നിന്നെ സൂക്ഷിച്ചു. ആ ഒരാഴ്ച തികയുമ്പോൾ ഒന്നിച്ചു കൂടുന്നത് ആമൻ ദൈവത്തെ ആരാധിക്കാനാ, ദൈവത്തിന് നന്ദി അർപ്പിക്കാനാ, ദൈവത്തെ മഹത്വപ്പെടുത്താനാ. അല്ലാതെ ആമൻ പാർട്ടിയുടെ മീറ്റിംഗ് വെക്കാനും ആമൻ വേറെ മീറ്റിംഗ് വെക്കാനല്ല ദൈവസഭ. അങ്ങനെ മീറ്റിംഗ് വെച്ചാൽ അടിച്ച് നിന്നെ ആണപ്പോലെ ദൈവം തകർക്കും. നമുക്ക് നാളെ യോഗമില്ലല്ലോ വൈകിട്ട്, എന്നാ ഇന്ന് പറഞ്ഞേച്ചങ്ങ് പോയേക്കാം. അതിൽ ഒടുവിലത്തെ രാത്രി എന്നെ വിളിച്ചത് തന്നെ നന്നായി. ഇടയ്ക്കാ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അതാകെ. സ്തോത്രം. സഭ ദൈവത്തെ ആരാധിക്കാനുള്ള തലവാ. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും BJPക്കും ആമൻ കമ്മിറ്റി കൂടി തീരുമാനിക്കാനുള്ള സാധനമല്ല സഭ. ഞാൻ നെന്മാറക്കാരോട് മാത്രമോ ഈ മലബാർ സൗത്ത് സോണലിനോട് മാത്രമല്ല പറഞ്ഞത്, ലോകമെമ്പാടുമുള്ള സകല പെന്തിക്കോസുകാരോടുമാണ്. പിന്നെ ഇവിടെ ഇപ്പം മൈക്ക് കിട്ടി, നിങ്ങൾ ഇരിക്കുന്നോണ്ട് ഇവിടെ അങ്ങ് പറയുന്നേ ഉള്ളൂ. ഇത് വേറെ സ്ഥലമായിരുന്നേ അവിടെ പറയും. എല്ലാവർക്കുമുള്ള സന്ദേശമാണ്. സ്തോത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്തോണം, പക്ഷെ സഭയ്ക്കകത്ത് എന്നാ നിങ്ങൾക്ക് ചിലർക്കൊരു പരുവക്കേട് പോലെ.
സ്തോത്രം. സഭ ദൈവത്തിൻ്റെതാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആട്ടെ, ഞാൻ അങ്ങനെ നിന്നാൽ അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് വെറുതെ എന്തിനാ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? ദൈവത്തിന് മഹത്വം. നമുക്ക് വേണ്ടി ഒരുവൻ ഉയരത്തിലുണ്ട്. അവിടുന്ന് സകലം നിയന്ത്രിക്കുന്നത്. അപ്പൊ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ ഓരോ അധ്യായത്തിലും കയറി ഇങ്ങനെ പോയാൽ എടുത്ത വിഷയം പറയാനൊക്കത്തില്ല. അതുകൊണ്ട് 2, 3, 4, 5 അധ്യായത്തിലെ കാര്യങ്ങൾ പറയാണ്. എടുത്ത വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുക. അതിനേ സമയമുള്ള. അതുകൊണ്ടാണ്. അപ്പൊ 4:7 വായിച്ചോ ദൈവദാസനെ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിന്നില്ലെങ്കിലോ? എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിന്നില്ലെങ്കിലോ? അപ്പൊ എതിർത്ത് നിന്നാൽ ഓടിപ്പോകും. എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതാ ഇന്ന് രാത്രിയിലെ വിഷയം. എതിർത്ത് നിന്നാൽ ഓടിപ്പോകും, എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് ഇന്ന് രാത്രിയിലെ വിഷയം. ഞാൻ സാധാരണ ഈ ഭാഗം സംസാരിക്കുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, ഈ എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും, എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് തെളിയിക്കാൻ പഴയ നിയമത്തിലെ ഒരു സംഭവമാണ് ദൃഷ്ടാന്തമായിട്ട് എടുക്കുന്നത്. എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ഉപവാസ പ്രാർത്ഥനയും കൂടെ ആയതുകൊണ്ടാണ്. എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് തെളിയിക്കാൻ പഴയ നിയമത്തിലെ ഒരു സംഭവം. ഞാൻ ആ വിഷയത്തെ എൻ്റെ ശൈലിയിലെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ. ഇസ്രായേലിൽ പണ്ട് ഒരു ഉപവാസ പ്രാർത്ഥന, അത് എൻ്റെ ഭാഷയെ പറഞ്ഞ ഒരു 40 days ഫാസ്റ്റിംഗ് പ്രയർ, 40 ദിവസത്തെ, അങ്ങനെ ഇതിപ്പോ 21 ദിവസത്തെ അല്ലേ, ഒരു 40 ഇരിക്കട്ടെ, ഒരു 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 40 days ഫാസ്റ്റിംഗ് പ്രയർ. ഇപ്പോഴത്തൊക്കെ ഫാസ്റ്റിംഗ് പ്രയറിലൊക്കെ ഈ ഫാസ്റ്റിംഗ് പ്രയർ എന്നങ്ങനെ ചിലയിടത്തേ വെക്കുകയുള്ളൂ. ഉപവാസ പ്രാർത്ഥന അല്ലെ ഈ തീമഴ, അഗ്നിമഴ, മാരി, ഡുനാമീസ്, ഓരോരോ പേരുകളാണ്. ഫയർ, പവർ കോൺഫറൻസ്, ഇങ്ങനെയാണോ പവർ കോൺഫറൻസ്? അല്ല, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കിക്കേ. ഈ നോട്ടീസിൽ ഇങ്ങനെ പലതും വെക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഈ യോഗമൊക്കെ ഒന്ന് കൊടുക്കണമെങ്കിൽ ഭയങ്കര പാട്ടുകാരെ കൊണ്ടുവരണം. ഇവര് പിന്നെ മര്യാദക്കാരാ. ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു, മിക്ക പാട്ടുകാരുടെ ഇടയിലും രക്ഷിക്കപ്പെടാത്തവരാ. ടീമല്ലേ, ശരിക്കും ഗുണപ്പെടാത്തവരുണ്ട്. ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ധാരാളം എണ്ണമുണ്ട്. അവര് കയറി ആ കസർത്തിട്ട് മുന്നേ ആ തീ കത്തട്ടെ. ഏത് തീ? ഇവൻ ഇതെന്നതാന്ന് പോലും അറിയാൻ മേല, ചുമ്മാ. അപ്പൊ വലിയ വലിയ പാട്ടുകാരെ, ട്രൂപ്പ്, ഇനി പ്രസംഗിക്കാൻ വരുന്ന ആൾക്കാരും അതുപോലെ പ്രഗത്ഭരെയാ. നോട്ടീസിലൊക്കെ കണ്ട ഡോക്ടർ, റോവറൻ, സോ ആൻഡ് സോ, ഒത്തിരി വിശേഷണങ്ങൾ കൊടുക്കാറുണ്ട്. ഞാൻ എതിർക്കുന്നില്ല. അപ്പൊ ഇസ്രായേലിൽ ഒരു ഉപവാസ പ്രാർത്ഥന 40 ദിവസം. ഈ ഇസ്രായേലിലെ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, എന്റെ വചനത്തെ കൂട്ടുപിടിച്ച ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, 2 ഗ്രൂപ്പുകാർ. ഇപ്പം 2 ഗ്രൂപ്പ് എന്ന് പറയാനൊക്കത്തില്ല, 2 പാനല്. നമ്മളിപ്പം ഇന്ത്യൻ പെന്തിക്കോസ് ആയതുകൊണ്ട് അതായിരിക്കും കുറച്ചുകൂടെ ഈ എഫക്റ്റ്. പാനല്
2 പാനൽ. അപ്പൊ ഈ 40 days ഫാസ്റ്റിംഗ് പ്രയർ 2 പാനല്, 2 ഗ്രൂപ്പ്. ഒരു വാക്യം വായിച്ചേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 3, 2 പാനല്, 2 ഗ്രൂപ്പ്. ആരും എഴുന്നേറ്റ് പോകരുത്, 9 പോകാവൂ. 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 1 ശമൂവേൽ 17:3. ഫെലിസ്ത്യർ അത് തന്നെ ഫെലിസ്ത്യർ ഇപ്പുറത്ത് ഒരു മലഞ്ചെരിവിലും ഇസ്രായേലിയർ അപ്പുറത്ത്. ഇസ്രായേലിയർ അപ്പുറത്ത്. ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പുറത്തും അപ്പുറത്തും 2 ഗ്രൂപ്പ്, 2 പാനൽ. തെളിഞ്ഞോ? മതി. ഫെലിസ്ത്യർ ഇപ്പുറത്ത് ഒരു മലഞ്ചെരിവിലും ഇസ്രായേലിയര് അപ്പുറത്ത്. 2 ഗ്രൂപ്പ് അല്ലെ, 2 പാനൽ. ഇപ്പൊ എവിടെ ചെന്നാലും ഗ്രൂപ്പ് അല്ലേ? മിക്ക സഭകളിൽ ചെന്നാലും ഗ്രൂപ്പിസമാണ്. പിണങ്ങരുത്, പിണങ്ങിയാലും എനിക്കൊന്നുമില്ല. പാസ്റ്ററും സെക്രട്ടറിയും കൂടെ ഒരു ഗ്രൂപ്പ്, ട്രഷററും കമ്മിറ്റിയും കൂടെ വേറൊരു ഗ്രൂപ്പ്. ഇവരെ എല്ലാം ഒതുക്കാൻ വേറൊരു ഗ്രൂപ്പ്. ചില സഭകളിൽ ചെന്നാൽ അമേരിക്കക്കാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, പേർഷ്യക്കാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ലണ്ടൻ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, നാടൻ എല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പ്. വേറെ ചില സഭകളിൽ ചെന്നാൽ നല്ലതുപോലെ വെളുത്തതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, നല്ലതുപോലെ കറുത്തതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ഇരുനിറമെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, വിളറിയതെല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പ്. എല്ലായിടത്തും ഗ്രൂപ്പിസം. എന്ന് അങ്ങോട്ട് പോകുന്ന വീട്ടു ഗ്രൂപ്പ് അല്ലേ? അമ്മയും മോനും ഒരു ഗ്രൂപ്പ്, അപ്പനും മോളും വേറൊരു ഗ്രൂപ്പ്. ചില വീട്ടിൽ അമ്മയും മോനും, ആമ്പിള്ളേർ പ്രായമായി കഴിഞ്ഞാൽ അമ്മയും മോനും ഒരു ഘട്ടം. അമ്മ മോനോട് പറയും, നീ ബാങ്കിൽ പോയി കാശ് എടുത്തോണ്ട് വാ. ഉടനെ അവൻ പറയും, പപ്പ അതവിടെങ്ങാനും ഇരുന്നോളും, നിന്നോട് പറയുന്ന കാര്യം കേട്ടാൽ മതി. എല്ലായിടത്തും ഗ്രൂപ്പിസമാണ്. എവിടാ ഗ്രൂപ്പ് ഇല്ലാതെ? ഇവിടെ ഈ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന ഞാനങ്ങ് പറയുക, 2 ഗ്രൂപ്പ്. ഫെലിസ്ത്യർ ഇപ്പുറത്തൊരു മലഞ്ചെരിവിലും ഇസ്രായേലിയര് അപ്പുറത്തും 2 ഗ്രൂപ്പാ. ഈ ഗ്രൂപ്പിസം ഉള്ളിടത്തെല്ലാം പ്രശ്നങ്ങളാണ്. നിങ്ങൾ വചനം അറിയാവുന്നവരായതുകൊണ്ട് അറിയാം. പണ്ട് ഇതുപോലൊരു പാനല് വേറൊരിക്കലുണ്ടായി. ഒരു പാനല്, അത് നിങ്ങൾ വചനം പഠിക്കുന്നവരൊക്കെ, ഈ ശൗൽ അങ്ങ് മരിച്ചു. ശൗല് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ഇസ്രായേലിൽ 2 പാനല്. ശൗല് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ നേരിന്റെ മകൻ അബ്നേരും ഈശ്ബോശത്തും കൂടെ, ശൗലിന്റെ മകൻ, നേരിന്റെ മകൻ അബ്നേര്, ശൗലിന്റെ മകൻ ഈശ്ബോശത്തിന്റെ ചേവകനും കൂടെ ഒരു പാനല്. തൊട്ടപ്പുറ ദാവീദിന്റെ പെങ്ങടെ മകൻ യോവാബിന്റെ വേറൊരു പാനല്. 2 പാനല്. ശൗല് മരിച്ചപ്പോഴാ. അപ്പൊ ഈ പാനലുകാർ 2 കൂടെ വന്നു. 2 പേരും കുറഞ്ഞ പുള്ളിക്കാരില്ല, 2 നല്ല തലക്കനമുള്ള. നേരിന്റെ മകൻ അബ്നേര്, നേരെന്ന് പറഞ്ഞാൽ ശൗലിന്റെ അപ്പനാകുന്ന കീഷിന്റെ അനിയൻ നേര്. അപ്പൊ കീഷിന്റെ മകൻ നേരിന്റെ മകൻ അബ്നേര്. ഇപ്പോഴാണെങ്കിൽ ദാവീദിന്റെ പെങ്ങള്, ദാവീദിന്റെ 2-3 പെങ്ങന്മാർ, അതിലൊന്നാ സെരൂയ. 3 ആമ്പിള്ളേര്, യോവാബ്, അബീശായി, അസാഗേല്. അതില് യോവാബ് മിടുക്കനാ എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ അനന്തരവൻ ഒരു പാനലിന്റെ നേതാവ്, ശൗലിന്റെ ഫസ്റ്റ് കസിൻ വേറൊരു. വായിച്ച ഞാൻ ബാക്കി എടുക്കാം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12 മുതൽ വായിച്ച കണ്ണിക തുടങ്ങുന്നത് വായിച്ചേ. അനന്തരം ദാവീദ് യഹോവയോട്, അല്ലല്ലോ, 2:12 എടുത്ത് ഇവിടെ കണ്ണിക തുടങ്ങുന്നത്. നേരിന്റെ മകൻ അബ്നേരും ശൗലിന്റെ മകനായ ഈശ്ബോശത്തിന്റെ ചേവകരും മഹനയീമിൽ നിന്ന് ഗിബയോനിലേക്ക് വന്നു. അപ്പോൾ സെരൂയയുടെ മകനായ യോവാബും ദാവീദിന്റെ ചേവകരും പുറപ്പെട്ട് ഗിബയോനിലെ കുളത്തിനരികെ വെച്ച് ഗിബയോൻ കുളത്തിന്റെ അവിടെ വന്നു. അപ്പൊ ശ്രദ്ധിക്കണം, എന്റെ വിഷയം അതല്ല, പിന്നെ വന്ന വഴിക്ക് ഈ ഭാഗം ഒന്ന് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. നേരിന്റെ മകൻ അബ്നേരും ശൗലിന്റെ മകൻ ഈശ്ബോശത്തിന്റെ ചേവകരും, അതൊരു പാനല്.
അതിന്റെ ലീഡർ അഭിനേര. 2 പാനലുകാര്. ഒന്ന് നേരിന്റെ മകൻ അബ്നേർ, ഇപ്പോഴത്തെ പാനലിൽ യോവാബ്. 2 കുറഞ്ഞ പുള്ളിക്കാരൻ, 2 തലക്കനമുള്ളവരാ. ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ടതാ ഒരുത്തൻ. ബെന്യാമീൻ ഗോത്രമാ, കടിച്ചു കീറുന്ന. മറ്റത് ദാവീദിന്റെ ബന്ധമാ, യഹൂദാ ഗോത്രം, ബാലസിംഹം. അതാ പറഞ്ഞ 2 നല്ല തലക്കനമുള്ള. ഈ കനവും തലക്കനവും ഉള്ളവർക്ക് ഈ പാനലുണ്ടാക്കാൻ ഒപ്പുള്ളു. ചുമ്മാ റബ്ബർ വെട്ടി കിടക്കുന്ന നീ പാനലുണ്ടാക്കാൻ ചെന്നാൽ അവര് നല്ല തേമ്പ് അവര് കാശിങ്ങനെ വീശുക. ഇങ്ങനെ അങ്ങോട്ട് ചൂണ്ടിക്കാണ്. അത് അത്യാവശ്യമാണ്, ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ മകൻ എല്ലാരും ശ്രദ്ധിക്കണം. പ്രസംഗിക്കുന്ന നിങ്ങളോട് മാത്രമല്ല, എന്നോടും കൂടാ. ഇത് ഇരുവായ്ത്തലകളുള്ള വാളാ. എന്നെയും വെട്ടും, എന്നെയും ചെത്തും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെക്കാൾ കൂടുതൽ ശിക്ഷാവിധി എനിക്കാ വരുന്നത്. നിങ്ങളെ നോക്കിയല്ലേ ഞാൻ പറഞ്ഞേ, കൂടുതൽ ഞാനാ കണക്ക് കൊടുക്കേണ്ടത്.